ഹാപ്പി ഓണം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഹെൽത്തി ഓണം എന്ന് കേൾക്കാൻ സാധ്യത കുറവാണ്. ഞാനത് പറയാൻ കാരണം ഈ ഓണം എന്ന് പറയുന്നത് ഒരുപാട് ആഘോഷങ്ങളുടെയും സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണത്തിൻ്റെയൊക്കെ കാലഘട്ടമാണ്. പല ആൾക്കാരിൽ സംഭവിക്കുന്നത് ഈ ഓണം കഴിയുമ്പോൾ ഈ ഓണത്തിനുള്ള ആഘോഷങ്ങളുടെ ഇടയിൽ നമ്മളുടെ ആരോഗ്യം പലപ്പോഴും മോശമാകാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ പലരും തീരുമാനിക്കുന്നൊരു കാര്യം ഈ ഓണമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം എല്ലാം കൂടെ ഹെൽത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ശരിയാക്കിയെടുക്കാൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് എങ്ങനെ ഈ ഓണം ആഘോഷിക്കാം, പ്രത്യേകിച്ചും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഞങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഓണത്തിന് തീർച്ചയായിട്ടും ശ്രമിക്കാവുന്ന വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 4 ഡിഷസുകൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഹാർമണിയുടെ സെൻറ്ററിലാണ്. ഇവിടെ അത്തപ്പൂക്കളം ഞങ്ങളിടുന്നുണ്ട്. ഹാർമണി എന്ന് പറയുന്നത് ഒരു യുണീക്കായിട്ടുള്ള 20ഓളം ആൾക്കാരുടെ ഒരു ടീമാണ്. ഇവിടെ 4 MD ഡോക്ടേഴ്സ് ഉണ്ട്, 9ഓളം ന്യൂട്രീഷനിസ്റ്റുകളുണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്, ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, യോഗ ട്രെയിനേഴ്സ് ഉണ്ട്. ഞങ്ങൾ ആലോചിച്ച വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഓണത്തെക്കുറിച്ചിട്ടാണ്. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള 4 ഡിഷസിനോടൊപ്പം സാധാരണ ഓണത്തിൽ കളിക്കുന്ന കുറേ കളികളുണ്ട്. തിരുവാതിര കളിയോ അല്ലെങ്കിൽ തുമ്പിതുള്ളലോ ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് രസകരമായിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ജിമ്മ് തുള്ളൽ. അതായത് ഹെൽത്തിനെ അസസ് ചെയ്യാൻ പറ്റുന്ന ചില കളികൾ ഒന്ന് കളിച്ചാലോ എന്നുള്ള. നമുക്ക് ഹാർമണിയുടെ ഓണം എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാം കൂടി ഒരു അവിയൽ പരുവമായി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. കാരണം അവിയലില്ലാത്തതായിട്ടൊന്നുമില്ല. ചേനയുണ്ട്, കായുണ്ട്, ക്യാരറ്റുണ്ട്, ചുരുക്കി പറഞ്ഞാൽ എല്ലാ പച്ചക്കറികളും ഇടാവുന്ന വിഭവസമൃദ്ധമായിട്ടുള്ള ഒന്നാണ് അവിയൽ. അവിയലിൽ കുറച്ച് പ്രോട്ടീനും കൂടെ ആയാലും ഹാർമണി പരിചയപ്പെടുത്തുന്ന ഡിഷാണ് പ്രോട്ടീൻ അവിയൽ. പ്രോട്ടീനായിട്ട് നമുക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും? അവിയലിനൊരു വെജിറ്റേറിയൻ സ്വഭാവം ഉണ്ട്, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. സദ്യയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു രുചിയുണ്ട്, ആ രുചി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എന്നാൽ അത് കാണാനും നല്ല അപ്പീലിംഗ് ആയിരിക്കണം. അങ്ങനെ നോക്കിയപ്പോൾ അവിയൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രോട്ടീൻ സോഴ്സസ്, ഒന്ന് കാഷ്യൂ നട്ട്സാണ്, അണ്ടിപ്പരിപ്പാണ്. ചിലയിടങ്ങളിലൊക്കെ അവിയലിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാറുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ സമൃദ്ധമായിട്ട് അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കുന്നു. മറ്റൊന്ന് പനീറാണ്. പനീർ അവിയലിന് ചേരുമോ? ഞങ്ങൾ കണ്ടെത്തിയത് പനീറിന് അവിയലിൽ ചേരും. പനീർ നല്ല പൊടിച്ച് തേങ്ങ ഉണ്ടാക്കുന്ന അരപ്പുണ്ടാവില്ല, അവിയലിൽ ചേർക്കുന്ന അരപ്പ്, അതിനോടൊപ്പം സമൃദ്ധമായിട്ട് നമുക്ക് കുറച്ച് പനീറും കൂടി സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കാം. അപ്പോൾ പനീറും കാഷ്യൂ നട്ട്സും എല്ലാം ചേർത്തുകൊണ്ട് ഇത്തവണത്തെ ഓണം ഒരു പ്രോട്ടീൻ അവിയലായിക്കോട്ടെ. അടുത്ത ഡിഷ് ഒരു കിച്ചടിയാണ്. പക്ഷെ നോർമലി ഉണ്ടാക്കുന്ന ഒരു കിച്ചടിയല്ല. എനിക്കൊന്ന് കിച്ചടിയെന്നും പച്ചടിയെന്നും പല പല പേരുകളിൽ ഇത് പറയും. ഇത് യൂഷ്വലി പച്ചടിയും കിച്ചടിയും ഒക്കെ ഉണ്ടാക്കുന്നത് തൈര് ഉപയോഗിച്ചിട്ടാണ്, ആ ഒരു പുളിപ്പ് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു ഡിഷിൽ നമ്മൾ തൈര് ഉപയോഗിക്കാതെ ആ പുളി കൊണ്ടുവന്നത് പച്ചമാങ്ങ കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പേര് പച്ചമാങ്ങ കിച്ചടി എന്നാണ്. പേരിൽ പറയാനൊരു പ്രാസമുണ്ട്. പച്ചമാങ്ങ കിച്ചടിയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നോക്കിയാൽ പച്ചമാങ്ങയുണ്ട്, പച്ചമാങ്ങ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. പിന്നെ ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, തേങ്ങ, കടുക് അരച്ച് ചേർക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പച്ചടി കിച്ചടി ആയിരിക്കും പച്ചമാങ്ങ പച്ചടി. പായസമില്ലാതെ എന്ത് ഓണം? സാധാരണ ഓണത്തിൽ നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് അടപ്പായസം. അതും പാല് ചേർത്തിട്ടുള്ള അടപ്പായസം, പാലട എന്ന് പറയും. ഇന്ന് അട നമ്മൾ റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യാം. അരി അടകൾ പ്രത്യേകം കിട്ടാറുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന അട ഗോതമ്പിന് അല്ലെങ്കിൽ മൈദമാവ് കൊണ്ടുണ്ടാക്കുന്ന അടയാണ്. ഇവിടെ ഒരു ഹെൽത്തിയർ വെർഷനാണ് ഹാർമണി പരിചയപ്പെടുത്തുന്നത്. പാലില്ല പാലട. പാലിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അരി അടയ്ക്കോ അല്ലെങ്കിൽ മൈദയുടെ അടയ്ക്കോ പകരം നമ്മൾ പരിചയപ്പെടുത്തുന്നത് മില്ലറ്റ് അടയാണ്. ഈ മില്ലറ്റ് അട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ മില്ലറ്റ് ഇവിടെ ബാജ്ര ഫ്ലോറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ബാജ്ര ഫ്ലോർ എടുക്കുന്നു, അതിലേക്ക് കുറച്ച് സിലിയം ഹസ്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ബാജ്ര ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രയും ഒരു ചപ്പാത്തി പരത്തുന്ന ആ ഒരു പോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിലേക്ക് സിലിയം ഹസ്കും കൂടി കുറച്ച് ആഡ് ചെയ്യുക, കുറച്ച് ഉപ്പും കൂടി ഇടുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ അട കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. പരത്തിയെടുക്കാനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. എന്നിട്ട് വാഴ ഇലയിൽ സാധാരണ അട പരത്തിയെടുക്കുന്ന പോലെ നമ്മൾ ഓരോരോ ബോളാക്കി എടുത്തിട്ട് അത് പരത്തിയെടുത്തിട്ട് നമ്മളതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അട എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുന്ന പോലെ അട സ്റ്റീം ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നു ഈ അടകൾ. അത് കഴിഞ്ഞിട്ട് അത് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പച്ചവെള്ളത്തിലേക്ക് അത്
മാറ്റിയിടുന്നു. അത് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളത്തിലേക്ക് കുറച്ച് ഒരു 5 മിനിറ്റ് സമയം പച്ചവെള്ളത്തിലിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് ഒന്നുകിൽ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് അവനിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ നൊസ്റ്റാൾജിയുള്ള ഒരു പലഹാരമാണ്, ഒരു സ്നാക്കാണ് നെയ്യപ്പം. ഇപ്പോൾ അത്ര പോപ്പുലറൊന്നും അല്ല, പക്ഷേ എന്നാലും ഓണം പോലുള്ള വിശേഷ സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് നെയ്യപ്പം. നെയ്യപ്പം ഉണ്ടാക്കി തുടങ്ങിയത് കൂടുതലും നമ്മൾ അരിപ്പൊടിയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ വന്ന സൗകര്യം നോക്കി അത് മൈദയിലോട്ട് മാറി. ഇവിടെ നമ്മൾ ഈ ഓണത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ഹെൽത്തി ആയിട്ടുള്ള നെയ്യപ്പമാണ് മാവേലി അപ്പം. നമുക്കിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. നവരയരി, അതായത് മൈദയില്ല, നവരയരിയാണ്. പിന്നെ ഓർഗാനിക് ജാഗരി സിറപ്പ്, അതുപോലെ തന്നെ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ട് തേങ്ങ കൊത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ള എള്ളുണ്ട്, ബ്ലാക്ക് എള്ളും ഉണ്ട്, പിന്നെ നെയ്യിൽ ചുട്ടെടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്ക, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ഏലക്കയും കൂടി. അപ്പോൾ നവരയരി, തേങ്ങ, ഓർഗാനിക് ജാഗറി, പലതരത്തിലുള്ള എള്ളുകളെല്ലാം കൂടി ചേർത്ത് നമ്മൾ നെയ്യിൽ ചുട്ടെടുക്കുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഇത്തവണത്തെ ഓണത്തിനുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നെയ്യപ്പമാണ് മാവേലി അപ്പം. ഒരു ആരോഗ്യകരമായിട്ടുള്ള ഓണസദ്യ എങ്ങനെയായിരിക്കണം നോക്കൂ. ഇലയ്ക്ക് 2 ഭാഗമുണ്ട്, മുകൾ ഭാഗവും താഴ്ഭാഗവും. മുകൾ ഭാഗത്തെ കറികളും താഴ്ഭാഗത്താണ് നമ്മുടെ ചോറും പായസവുമെല്ലാം. തീർച്ചയായിട്ടും ഒരു ഓണസദ്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വൈവിധ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള പല നിറത്തിലുള്ള കറികൾ പരമാവധി കഴിക്കുക എന്നുള്ളതായിരിക്കണം. അവിടെ തന്നെയാണ് ആരോഗ്യം ഇരിക്കുന്നത്. എന്നാൽ താഴ്ഭാഗത്തോ ഉപയോഗിക്കുന്നത് കൂടുതലും ചോറ് വിളമ്പാനാണ്. ചോറ് തീർച്ചയായിട്ടും തനതായിട്ടുള്ള തവിട് കളയാത്ത ബ്രൗൺ റൈസ് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇന്നത്തെ നമ്മുടെ ശുഷ്കമായ മെറ്റബോളിസത്തിന് ഏറ്റവും മികച്ചത് തവിട് കളയാത്ത അരി തന്നെയായിരിക്കണം. അത്തരത്തിൽ തവിട് കളയാത്ത അരിയും അത് പരിമിതമായ അളവിൽ വളരെ കുറച്ചും ഇലയുടെ മുകൾ ഭാഗത്ത് വരുന്ന കറികളെല്ലാം സമൃദ്ധമായി എല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന രീതിയിൽ വളരെ ആരോഗ്യകരമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും ഓണസദ്യ കഴിക്കാൻ സാധിക്കും. അപ്പോൾ സദ്യ കഴിഞ്ഞു, ഹെൽത്തി ആയിരുന്നു. ഇനി നമുക്ക് ഓണക്കളികളെക്കുറിച്ച് സംസാരിക്കാം. നോക്കിക്കഴിഞ്ഞാൽ ഓണത്തിൻ്റെ കളികൾക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ആരോഗ്യവും കായികക്ഷമത ആവശ്യം ഒരു വർഷത്തിലുടനീളം നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ ഒരു ഡേ ടു ഡേ അഫെയറാണ്. അത് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്, 365 ദിവസം ചെയ്യേണ്ട ഒന്നാണ്. ഞാനിപ്പോൾ അവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ കായികക്ഷമത നല്ലതാണോ, എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലളിതമായിട്ടുള്ള പരീക്ഷണങ്ങളാണ്. നമുക്ക് ആ പരീക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വാൾ സിറ്റ് എന്നൊരു ടെസ്റ്റാണ്. ലളിതമാണ്. ഒരു ചുമരിനോട് ചേർന്ന് സാങ്കല്പികമായ കസേരയിൽ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബാക്ക് റെസ്റ്റ് ചെയ്യുന്നത് ചുമരിലാണ്, കാലുകൾ എക്സാക്ട്ലി 90 ഡിഗ്രീസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, റെഡി? 3, 2, 1. ഇത് നിങ്ങളുടെ കോർ മസിൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റിൽ ഒന്നാണ്. നിങ്ങളുടെ കോർ മസിൽസ്, അതുപോലെ നിങ്ങളുടെ തൈ മസിൽസ്, നിങ്ങളുടെ കാഫ് മസിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്ക് നമ്മുടെ പുറകിലോട് ചേർത്തിരിക്കുക. നിങ്ങൾ കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ വാൾ സിറ്റ്. വളരെ വളരെ പ്രധാനപ്പെട്ട നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ വളരെ നേരം നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. മേ ബി ഒരു 2 മിനിറ്റ് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. അടുത്തൊരു ഫിറ്റ്നസ് ടെസ്റ്റ് പ്ലാങ്കാണ്. തറയിൽ വളരെ ഫ്ലാറ്റായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് എൽബോ പ്ലാങ്കാണ്. ഇവിടെ വീണ്ടും നിങ്ങളുടെ അപ്പർ ബോഡി സ്ട്രെങ്ത്, കോർ ബോഡി, നിങ്ങളുടെ ബാലൻസ്, സ്റ്റെബിലിറ്റി എല്ലാം വളരെയധികം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഓക്കെ, പ്ലാങ്ക്. അടുത്തത് സിറ്റിംഗ് റേസിംഗ് ടെസ്റ്റ്, വേണമെങ്കിൽ SRT എന്ന് വിളിക്കാം. തറയിൽ ക്രോസ് ലെഗ്ഡ് ആയിട്ട് ഇരിക്കുക, യാതൊരു സപ്പോർട്ടും ഇല്ലാതെ സ്വയം ഒന്ന് എണീറ്റ് വരിക. വളരെ ഇമ്പോർട്ടൻറ്റ്. റെഡി? 3, 2, 1. Take 2. എന്നിട്ടില്ലേ എല്ലാവരും? അപ്പോൾ നിങ്ങളെ ഇത്തവണത്തെ ഓണവും ഗംഭീരമാകട്ടെ. പക്ഷേ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഓണവും മറ്റെല്ലാ ആഘോഷങ്ങളും സാധിക്കും എന്നുള്ളതാണ് എനിക്കൊന്ന് ഇത്തവണത്തെ ഓണാഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്.